എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. വാടക കെട്ടിടത്തിൽ നിന്നും മോചനം. നിലമ്പൂർ സബ് ട്രഷറിക്ക് ഇനി സ്വന്തം കെട്ടിടം. ട്രഷറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭ പരിസരത്ത് നടന്ന ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ 8 സബ് ട്രഷറി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് നിലമ്പൂർ സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനവും ചെയ്തത്. സംസ്ഥാനത്തെ ട്രഷറികളിൽ പൂച്ചപെറ്റ് കിടക്കുകയാണെന്ന പ്രസ്താവനകൾ ശരിയല്ല. ട്രഷറിയിൽ സാമ്പത്തിക നിയന്ത്രണങ്ങളില്ല. കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുമ്പോഴും ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചാണ് സംസ്ഥാന സർക്കാർ പ്രതിസന്ധികളെ മറികടന്ന് എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന 8 സംസ്ഥാനങ്ങളോടും കേന്ദ്ര സർക്കാർ ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും വലിയ സമൂഹം പെൻഷനേഴ്സ് ആണ് എന്നുള്ളത് എടുത്തു പറയാൻ ഇവിടെയും എല്ലാ സ്ഥലത്തും ആ പങ്കാളിത്തമുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പൂയപ്പള്ളി ട്രഷറി ഉൾപ്പെടെ 10 ട്രഷറികളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. അതിനകത്ത് 2 ട്രഷറികൾ ഇന്ന് രാവിലെ എംഎൽഎയുടെ സ്ഥലത്ത് 2 ട്രഷറി ഉള്ളതുകൊണ്ട് ഇതിനൊപ്പമല്ല, അദ്ദേഹത്തിന് പങ്കെടുക്കുന്നതുകൊണ്ട് ഇന്ന് രാവിലെ എടക്കര സബ് ട്രഷറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മുണ്ടക്കയം സബ് ട്രഷറിയുടെ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ വായിച്ച ഉൾപ്പെടെ 10 ട്രഷറികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്, ഇന്നോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നത്. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ 66 ട്രഷറി കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഈ പദ്ധതിയുടെ 4ാം ഘട്ടത്തിൽ 22 ട്രഷറികളുടെ നിർമ്മാണം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലെ 10 ട്രഷറിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. ഇനിയിപ്പോൾ ഇടുക്കിയിലെ ജില്ലാ ട്രഷറി അടുത്ത ദിവസങ്ങളിൽ തന്നെ പൂർത്തീകരിക്കണം. കാരണം ഇടുക്കി മൂലമറ്റത്തു നിന്ന് ഇടുക്കിയിലേക്ക് ജില്ലാ ട്രഷറി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. ചില ട്രഷറികളുടെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രഷറികൾ വാസ്തവത്തിൽ സർക്കാരിൻ്റെ ധനകാര്യ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് ട്രഷറി കൂട്ടുമോ എന്ന ആശങ്ക, ബാങ്ക് കൂട്ടുമോ എന്ന ആശങ്കയെക്കാളും അധികം നമ്മുടെ എല്ലാ നാട്ടിലുള്ളത്. കാരണം ട്രഷറി കൂട്ടിപ്പോയാൽ, ട്രഷറിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അവസാനിച്ചു പോയാൽ നാളെ ആകെ ബാധിക്കും എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാവരെയും ബാധിക്കുന്ന, ഏത് ചെറിയ ഡിപ്പാർട്ട്മെന്റിനെയും വ്യക്തികളെയും ബാധിക്കുന്ന, ക്ഷേമ പെൻഷൻ മേടിക്കുന്ന, മറ്റ് ആനുകൂല്യം വാങ്ങിയ സാധാരണക്കാരെ ഉൾപ്പെടെ എല്ലാവരെയും ബാധിക്കുന്നതാണ് ട്രഷറി പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ട്രഷറിയുടെ പ്രവർത്തനം കൂടുതൽ ചിട്ടപ്പെടുത്തി കൂടുതൽ സൗകര്യപ്രദമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെന്റ് നയം. നിലമ്പൂർ എംഎൽഎ ആര്യാടൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ സബ് ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടമായതിൽ എംഎൽഎ സന്തോഷം പ്രകടിപ്പിച്ചു. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് ഒരാഴ്ചക്കുള്ളിൽ പണം ലഭിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന് സ്വന്തമായി ഒരു കെട്ടിടം എന്നത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമം നടത്തുമെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യാതിഥിയായിരുന്നു. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൗക്കത്ത് അലി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബു, ഡിവിഷൻ കൗൺസിലർ ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. മധ്യമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ PR സിന്ധു സ്വാഗതവും ജില്ലാ ട്രഷറി ഓഫീസർ MK സ്മിജ നന്ദിയും പറഞ്ഞു. എ+ വിഷൻ നിലമ്പൂർ. KTH Jewelry, Silver, Gold and Diamond, KNS Building near Grameen Bank, Agampadam.